ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ ആഴ്ച തന്നെ ടെലിഗ്രാം ചാനൽ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെലിഗ്രാം ചാനൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണമേ. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ പേര് സുനിൽ. എനിക്കിപ്പോൾ 25 വയസ്സായി. എൻ്റെ കസിൻ ചേച്ചിയുടെ പേരാണ് സുനിത. അവർക്ക് ഏകദേശം ഒരു 35 വയസ്സ് കാണും. ഞാൻ ബാംഗ്ലൂരിൽ പോയി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി പോയപ്പോൾ ഞാൻ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായതുകൊണ്ട് എൻ്റെ സുഹൃത്ത് വഴി അറിഞ്ഞ ഒരു കൺസൾട്ടൻസിയിൽ ഇൻ്റർവ്യൂവിന് പോയതാണ് ഞാൻ. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ കസിൻ ചേച്ചിയുടെ കൂടെ അവരുടെ വീട്ടിലായിരുന്നു താമസം. ചേച്ചിക്ക് 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഗൾഫിലാണ്. സാമ്പത്തികമായി നല്ല ഉയർന്ന കുടുംബത്തിലായിരുന്നു പുള്ളിക്കാരി പണ്ട് തൊട്ടേ. അതുകൊണ്ട് നല്ല ലാവിഷായിട്ടായിരുന്നു അവിടെ ജീവിതം. അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒട്ടും കുറവൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ താമസിച്ചിരുന്ന എല്ലാം അവിടെ അധികമായി കിട്ടിയിരുന്നു എനിക്ക്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരേക്ക് വരുന്നു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് വരാമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. പുള്ളിക്കാരിക്ക് ഞാൻ പിന്നെ കുറേയൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവിടെ തന്നെ കുറച്ച് നാൾ കൂടി നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചന്തയിൽ പോകാനും സാധനം വാങ്ങാനും പിന്നെ ഭാരമുള്ള സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഞാൻ സഹായിച്ചു. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരിക്ക് നല്ല കൈവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. ഇത്രയും പ്രായമായി 2 മക്കളുടെ അമ്മയും ആയതുകൊണ്ട് പുള്ളിക്കാരി അതൊന്നും ശ്രദ്ധിക്കാതിരുന്നില്ല. പുള്ളിക്കാരി എല്ലാ ജോലിയും തന്നെ ചെയ്യുന്നതുകൊണ്ട് ഈ വേദന കൂടി വന്നു. ഞാൻ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് ഒരു കൈസഹായം കിട്ടിയത്. അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വന്നത് എന്തായാലും നന്നായി, കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സഹായങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിനക്ക് തീരുമാനം അറിയാമോ എന്ന്. ഞാൻ പറഞ്ഞു, അറിയാം. എന്നാൽ നിനക്ക് ഒരു വട്ടം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താണ് വേണ്ടത്? ഒന്ന് തിരുമ്മിത്തരാൻ പറ്റുമോ? അത് സഹനീയമായ വേദനയാണ് എൻ്റെ കയ്യിലും നടുവിലും. എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല. പലതവണ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, പക്ഷെ ഒരു മാറ്റവുമില്ല. എല്ലാം പഴയതുപോലെ തന്നെ. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പേടിക്കേണ്ട, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഏത് ഭാവമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ പുള്ളിക്കാരി ഒരു നല്ല തൈലം കൊണ്ടുവന്ന് കയ്യിൽ തന്നു. ഞാനത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് കയ്യിൽ നന്നായി പുരട്ടി കൊടുത്തു. കൈയുടെ മടക്കിലാണെങ്കിൽ വളരെയധികം നീര് വെച്ച് തുടങ്ങിയിരുന്നു, വേദനയും. അപ്പോൾ നന്നായി തിരുമ്മിയത് ഉടച്ച് എടുത്തു. കാര്യം അതങ്ങനെ നീരായി കിടന്നു കഴിഞ്ഞാൽ വേദന കൂടുകയുള്ളൂ. അതുകൊണ്ട് അത് നന്നായി ഉടച്ച് നീര് മാറ്റി നല്ലപോലെ ഒഴിഞ്ഞ് തിരുമ്മിയെടുത്തു. നീ ഉള്ളത് നന്നായി. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഹെൽപ്പുള്ളതുകൊണ്ട് വലിയ ഉപകാരം. എന്നെ സഹായിക്കാനായിട്ടൊരു ചേച്ചിയെ വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്രയും നല്ല ഹെൽപ്പുണ്ട് ആരുടെയും നിന്ന് കിട്ടില്ലല്ലോ. നീ എന്തായാലും 1 മാസം കൊണ്ട് നിന്നിട്ട് പോയാൽ മതി. ഇവിടെ എന്തെങ്കിലും ജോലി നോക്കുക. അതാകുമ്പം ജോലി കിട്ടാൻ എളുപ്പവുമാണ്, നല്ല സാലറിയും കിട്ടും. നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നാട്ടിൽ പോകാനാണോ? എനിക്കും അവിടെ നിൽക്കാൻ വളരെയധികം താല്പര്യമുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇവിടെ നിൽക്കാൻ. എങ്ങനെയാണ് ഇവിടെ ഒരു ജോലി കിട്ടുന്നത്? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. 2-3 സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ വഴി ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. എനിക്കിവിടെയാണ് കുറച്ചുകൂടി സൗകര്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. ആട്ടെ, ചേച്ചിയുടെ നടുവേദന എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട, അത് വളരെയധികം വേദനയാണ്. അതിങ്ങനെയൊന്നും തിരുമ്മിയാൽ മാറുമെന്ന് തോന്നില്ല. നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് റെസ്റ്റ് എടുത്താലേ മാറുകയുള്ളെന്ന്. എങ്ങനെയാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഇപ്പോൾ ഞാനുണ്ടല്ലോ, എനിക്ക് കുറച്ച് തിരുമ്മലും മസാജിങ്ങും ഒക്കെ ഇത്തിരി വശമുണ്ട്. കാര്യം ഞാൻ കുറച്ച് നാൾ ആയുർവേദ നഴ്സിംഗ് പഠിച്ചതാണ്. അങ്ങനെ ഞാൻ തിരുമ്മിയിട്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഇതിനെപ്പറ്റിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കിഴിയും മറ്റ് ഔഷധക്കൂട്ടുകളും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വരാം. എന്തു പറയുന്നു? നല്ല മാറ്റം ഉണ്ടാവും. കാര്യം ഞാനിത് കുറേ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്.
എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം. കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് മാറ്റം കിട്ടിയാൽ വലിയ സഹായമായിരുന്നേനെ. കാര്യം കുറേ വർഷങ്ങളായി ഞാനിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നീ വാങ്ങിയിട്ട് വരാമോ? പിന്നെന്താ, ഞാൻ പോയിട്ട് വരാം. വേറെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? 2-3 സാധനങ്ങളുണ്ട്. ഞാനത് ലിസ്റ്റ് എഴുതി തരാം. നീ അത് ഫാർമസിയിലും ബ്യൂട്ടി ഷോപ്പിലും കൊണ്ട് കൊടുത്താൽ മതി. അവർ തരുന്നത് നീ അതുപോലെ വാങ്ങിയിട്ട് വരണം കേട്ടോ. ഓർത്ത് വെക്കത്തില്ല നീ ഇത്രയും കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ എഴുതി തരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെയായി ഞാൻ കടയിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്ന് കിഴി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വെള്ളം തിളപ്പിച്ച് കിഴിയൊക്കെ റെഡിയാക്കി പുള്ളിക്കാരിയോട് പറഞ്ഞു റെഡിയായിട്ടിരിക്കാം. അങ്ങനെ പുള്ളിക്കാരി തീരുമാൻ വേണ്ടി റെഡിയായിട്ടിരുന്നു. എനിക്ക് പ്രൊഫഷണലായി നല്ല ആയുർവേദ ചികിത്സകളൊക്കെ നന്നായി അറിയാമായിരുന്നത് കൊണ്ട് നല്ലൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുമ്മൽ തുടങ്ങി. നടുഭാഗത്തായിട്ട് നന്നായി ഒരു കിഴി വെച്ചപ്പോഴേക്കും തന്നെ നല്ല നീര് വലിഞ്ഞ് ശരീരത്തിനുള്ളിലേക്ക് പോയിരുന്നു. അപ്പോൾ തന്നെ നല്ലൊരു റിലീഫ് കിട്ടി എന്ന് പുള്ളിക്കാരി അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ കിഴി തുടർന്നു. ഇങ്ങനെ ഒരു 5 ദിവസം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ പറ്റുന്നതൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ല റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ പുള്ളിക്കാരി പറഞ്ഞു, ഇത് എല്ലാ ആഴ്ചയിലും ചെയ്താലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, മാറിയാലും ചെയ്തോ, ഇനി ഭാവിയിലേ ഇങ്ങനൊരു വേദന വരണ്ട, അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇത് ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമില്ല, നല്ല സുഖം കിട്ടുന്നുണ്ട്, നല്ല റിലീഫാണ് നടുവേദനയിൽ നിന്ന്. ഈ ആയുർവേദിക് ചികിത്സാ രീതിയാണ് എപ്പോഴും നല്ലത്. മറ്റേത് ഒരു മരുന്ന് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ എന്ത് നല്ലതാണിത്. അതെ, എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കും ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എല്ലാം. എനിക്ക് ഈ ആയുർവേദം ചൂസ് ചെയ്യാനും നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതെനിക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഇരിക്കും. എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് നമുക്കിത് 6-7 വീക്സ് അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നവരെല്ലാ വീക്കിലും കണ്ടിന്യൂസ്ലി 2-3 ഡേയ്സ് ടൈംസ് ചെയ്ത് നോക്കാം നമുക്ക്, എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും ഈ ചികിത്സാ രീതിയിൽ നിന്ന് എനിക്ക് നല്ല മാറ്റം വരും. പിന്നെ വല്ലാത്തൊരു മനസ്സിന് സുഖവും ശരീരത്തിന് സുഖവും ലഭിക്കുന്നുണ്ട്. ഈ ചികിത്സാ രീതി എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചികിത്സാ രീതി നിനക്കറിയാമെങ്കിൽ പ്രത്യേകം പറയണേ, ഞാനതിന് റെഡിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ നടുവും ശരീരവേദനയും ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഗുളിക കഴിച്ചു മടുത്തു. ഇതാകുമ്പോൾ മനസ്സിന് ഒരു സന്തോഷ സുഖവും പിന്നീട് നല്ലൊരു സമാധാനവും ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 5-6-7 ആഴ്ചകളിൽ ഞങ്ങളിത് കണ്ടിന്യൂസായി ചെയ്തുകൊണ്ടിരുന്നു. പുള്ളിക്കാരിക്ക് നല്ലപോലെ നടുവേദന മാറിയിട്ടും ഈ ചികിത്സാ രീതി നിർത്താൻ പുള്ളിക്കാരി സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ പോകുന്നവരെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കഥകൾ ഞാൻ ടെലിഗ്രാമിലിടാം കേട്ടോ. ഈ ആഴ്ച തന്നെ ഇടാൻ ശ്രമിക്കാം. ടെലിഗ്രാം ചാനൽ തുടങ്ങണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാകണം. താങ്ക് യു ഫോർ വാച്ചിങ്.